ഞാനിപ്പോൾ നിൽക്കണ മിനി വാഗമൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഇവിടെ കപ്പിൾസും ഇവരൊക്കെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ ഇവർ ഈ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ അല്ലേ, അതിവിടെ അങ്ങനെ വെള്ളത്തിലും ഇതിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അങ്ങനെ കൊളാക്കുക. ഇത് ചാവക്കാട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊരു ഹിഡൻ പ്ലേസ് ആണ്. നല്ല ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും പറ്റുന്ന ഒരു ഫോറസ്റ്റും അതുപോലെ തന്നെ ഈ സൈഡ് നോക്കുമ്പോൾ ബീച്ചുമാണ്. വളരെ മനോഹരമാണ് ഈ സ്ഥലം, വളരെ വളരെ മനോഹരമാണ്. ഇവിടെ നടക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് നല്ല രസമുള്ള ഒരു ഫ്രെയിമുകളാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, ഞാനിവിടെ സ്ഥിരം വരാറുണ്ട്. അതുപോലെ എന്നെപ്പോലുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ വരാറുണ്ട്. ഇവിടെ ബ്രൈറ്റ് ടു ബി നടത്താറുണ്ട്, മേ ബി ഹൽദി നടത്താറുണ്ട്, സേവ് ഡേറ്റ് നടത്താറുണ്ട്, പ്രീ വെഡും പോസ്റ്റ് വെഡും ഒക്കെ നടത്താറുണ്ട്. എന്നിട്ട് നടത്തി കഴിഞ്ഞ ശേഷം അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇവിടെ തന്നെ ഇട്ടിട്ട് പോവുകയാണ്. ഇങ്ങനെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഒരു മാലിന്യ കൂമ്പാരമാവും. ഇവിടെ ആർക്കും വരാൻ പറ്റാത്തൊരു അവസ്ഥയാവും. ഇവിടെ വരുന്ന ആൾക്കാർ വന്നതിന് ശേഷം ഫുള്ള് വേസ്റ്റ്, മാലിന്യങ്ങൾ, വെള്ളക്കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിൽസും പിന്നെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം. നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ, കാണേണ്ടതാണ്, നിങ്ങൾ കാണുന്നത്. കാണിച്ചു തരാം. കണ്ടോ? അതായത് ഈ പ്രദേശത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേസ്റ്റ് ഇട്ട് പോകണം. ഈ കാണുന്നതെല്ലാം വേസ്റ്റാണ്. ഇതൊന്നും ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും കിട്ടാല്ല കേട്ടോ. ഇവിടുത്തെ ആൾക്കാരും കുടിച്ചുകൊണ്ട് കിട്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇവിടെ വേസ്റ്റ് ഇടാൻ പാടില്ല അല്ലേ? അതാ വേണ്ടത്. ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പോകണമെങ്കിൽ കുഴപ്പമില്ല, വന്ന് വേസ്റ്റ് ഇടുന്ന പ്രശ്നമല്ല. ആളുകൾ മദ്യപിച്ച് ഇവിടെ ബിയർ കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ പിള്ളേർ ഇവിടെ കളിക്കുന്നതാണ്. ഇവരിവിടെ പോത്ത് വളർത്തുന്നത്. ആ പോത്തിനെയൊക്കെ കൊണ്ടുപോയി ഈ വെള്ളത്തിൽ വന്ന് കുളിപ്പിക്കുന്നതാണ്. ഇവിടെയൊക്കെ വന്നിട്ടാണ് ഈ മാതിരി തോന്നിയാസം കാണിക്കുന്നത്. ആരും ചെയ്യരുത് ഇതുപോലെയുള്ള. പിന്നെ കേക്കിന്റെ വേസ്റ്റ് കുഴിയിലൊക്കെ എത്തിച്ചിരിക്കുന്നു. കേക്കിന്റെ തെർമാക്കോൾ അല്ലേ? കേക്ക് കട്ട് ചെയ്തിട്ട് ബാക്കി വേസ്റ്റ് കൂടെ ഇട്ട് പോയിരിക്കുക അല്ലേ? പിന്നെ ഈ കാളഞ്ചി അങ്ങനത്തെ മീനുകളൊക്കെ അല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ചത്തു. മുന്നേ അങ്ങോട്ട് പോത്തിനെ വളർത്തിട്ട് രണ്ടു വയറമ്മ കുത്തിട്ടേ ചത്ത്. അല്ല, ഇവിടെ ഫോട്ടോ എടുക്കാൻ വരുന്നവരല്ല വെള്ളമടിക്കുന്നത്. വേറെ കുറെ ആൾക്കാർ ഇങ്ങനെ വൈകുന്നേരമൊക്കെ വരുന്നുണ്ട്, അവരായിരിക്കും അല്ലേ? ഫോട്ടോ എടുക്കാൻ വരുന്നവരും കള്ളടിക്കാറുണ്ട്. ഈ പുല്ലിന്റെ ഇടയിൽ നിന്നിട്ട് കള്ളുകുപ്പി ഞങ്ങളെ കണ്ട കള്ളുകുപ്പിടുത്ത് ഞങ്ങളെ വെത്തുക്കുന്നു. ചീട്ടൊക്കെ കളിച്ചിട്ട് അവിടെ ചീട്ടിന്റെ ഇതൊക്കെ ഇടുന്നു, കാടൊക്കെ. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള പ്രശ്നം ചീട്ട് കളിയാ. അത് നമ്മൾ ഇവിടുത്തെ ആൾക്കാരില്ലടാ. അത് ആ ഭാഗത്ത് നിന്ന് പറഞ്ഞതാ. അവിടെ തന്നെ ഇവിടെ ആൾക്കാരില്ല. ഇവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, അത് കുറച്ചുള്ളൂ. അവിടെ കുറെ. പിന്നെ ആ റോഡിന്റെ ആ ഭാഗത്ത് നോക്കാം. പിന്നെ രാത്രി ഇവര് കഞ്ചാവും വെള്ളമൊക്കെ അടിച്ച് വീടിന് മുന്നിൽ നിന്നിട്ട് ആ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അങ്ങനൊക്കെയാണ്. വീടിന്റെ മുറ്റത്തൊക്കെ കള്ളം കുപ്പി പൊട്ടിച്ചിട്ടിടും. ഈ ബ്രൈഡ് ട്യൂബൊക്കെ നടത്തിയിട്ട് ഇവിടെയൊക്കെ കേക്കിൻ്റെ അവശിഷ്ടങ്ങളും ഈ പൊട്ടിക്കുന്നതിൻ്റെ പോപ്പിൻ്റെ ഒക്കെ പോപ്പറിൻ്റെ അവശിഷ്ടങ്ങളും അങ്ങനെ പേപ്പറും വേസ്റ്റും പ്ലാസ്റ്റിക്കുകളും എല്ലാം കൊണ്ട് ഇടുന്നുണ്ട്. അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം പിന്നീട് നമുക്ക് ഈ സ്ഥലം ഉപയോഗിക്കണം. ഇനിയുള്ള വരുന്ന ആളുകൾക്കും ഈ സ്ഥലം ഉപയോഗിക്കണം. ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലം വേറെ കിട്ടില്ല. കാരണം ഇവിടെ ഈ ബാക്കിൽ കാണുന്ന ഒരു ഫോറസ്റ്റ് പോലെയാണ്. അതിനുശേഷം അപ്പുറം നോക്കുകയാണെങ്കിൽ ബീച്ചാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള പ്ലേസ് വരെ കിട്ടില്ല. ഇവിടെ നശിപ്പിക്കരുത് ദയവേത്, എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സിനെ മുഴുവൻ പറയുന്നല്ല. നമ്മളിലുള്ള പ്രൊഫഷണൽസ് വന്നിട്ട് ഇങ്ങനെ വേസ്റ്റ് ഇടുന്നത് അല്ലെങ്കിൽ നശിപ്പിക്കുന്നത് അത് ശരിയല്ല. അത് നമ്മുടെ തൊഴിലിനോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. സോ ഈ സ്ഥലം ക്ലീനായിട്ടിരിക്കേണ്ടത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണ്. കാരണം ഇവിടെ ഇനി ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ളതാണ്.